നമസ്കാരം. ഞാൻ ഡോക്ടർ അഫ്സൽ മണക്കാടൻ, മെഡിസിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കണ്ണടയെ കുറിച്ചിട്ടാണ്. കണ്ണട എന്നുള്ളത് പലപ്പോഴും ഇന്ന് പലരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുള്ള ഒരു കാര്യമാണ്. പല ആളുകളിലും ഒരു വലിയൊരു സംശയമാണ്, കണ്ണട വെച്ചാൽ പിന്നീട് കാഴ്ച കുറയുമോ, അതേപോലെ തന്നെ കണ്ണട ഒഴിവാക്കാൻ പറ്റുമോ, അത് തന്നെ ആയുർവേദ രീതിയിൽ ചെയ്യുന്നത് എഫക്റ്റീവ് ആണോ, അതോ ലേസിക്കിന്റെ സർജറി ചെയ്യുന്നതാണോ നല്ലത്, മുതലായ ഒരുപാട് സംശയങ്ങളുള്ള ഒരു മേഖലയാണ്. അതിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ കണ്ണട എന്നുള്ളത് ശരിക്കും ഒരു എയ്ഡാണ്. നമുക്ക് കാഴ്ച ക്ലിയർ ആയിട്ട് കിട്ടാതെ വരുമ്പോൾ, നമ്മൾ കാണുന്ന ഒരു ഒബ്ജക്റ്റ് കൃത്യമായി നമ്മുടെ റെറ്റിനയിൽ പതിക്കാതെ വരുമ്പോൾ അതിൻ്റെ ആ പോരായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റിഫ്രാക്ഷനെ ഹെൽപ്പ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് കണ്ണട എന്നുള്ളത്. അപ്പോൾ അത് കണ്ണട വെക്കേണ്ടവരിൽ നിർബന്ധമായിട്ട് കണ്ണട വെക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പോംവഴിയായിട്ടുള്ളത്. ഇനി നമ്മൾ ആയുർവേദ ചികിത്സയിൽ ചെയ്യുന്നത്, ആ കണ്ണട പതിയെ പതിയെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിൽ ആയുർവേദ ട്രീറ്റ്മെന്റ് കൂടി ചെയ്തിട്ട് കണ്ണട വെച്ചുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് അതിനെ ഒഴിവാക്കുന്ന ഒരു രീതിയാണ് ആയുർവേദ ട്രീറ്റ്മെന്റിൽ കൃത്യമായി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെയ്യുക. മറ്റൊന്ന്, കണ്ണട വെച്ചാൽ പിന്നീട് കാഴ്ച കുറയുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതിൽ കണ്ണട ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ സമയത്തും ഒരു ദിവസത്തിന്റെ ഭൂരിഭാഗം സമയത്ത് കണ്ണട വെക്കുന്ന ഒരു രീതി ഒഴിവാക്കിയിട്ട് കുറച്ച് സമയം, അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ജസ്റ്റ് എഴുതുന്ന സമയം, അടുത്തുള്ള എന്തെങ്കിലും കാര്യം വീക്ഷിക്കുന്ന സമയത്തൊക്കെ കണ്ണട ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കണ്ണട പെട്ടെന്ന് ഇല്ലാതെ വന്നാലും കാഴ്ച തീരെ കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതായത് വിത്തൗട്ട് ഗ്ലാസ് വിഷൻ വളരെ പറ്റെ കുറയുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. പലപ്പോഴും പരിപൂർണമായി എപ്പോഴും കണ്ണട വെച്ച് ശീലിക്കുന്ന ഒരാൾക്ക് പറ്റുന്നൊരു ബുദ്ധിമുട്ട്, കണ്ണട ഊരിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ ഒരു അവസ്ഥയെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, പവർ കൂടുന്ന ഒരു വിഷയമാണ്. പവർ കൂടുന്നത് എപ്പോഴും കണ്ണിന് സ്ട്രെയിൻ വരുമ്പോഴാണ് പവർ കൂടി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ ചില കാര്യങ്ങൾ, നേത്ര വ്യായാമങ്ങൾ, അതായത് ഐ എക്സസൈസുകൾ, പിന്നെ കൃത്യമായ ഉറക്കം, ചിട്ടയായ ഭക്ഷണ രീതി, കൃത്യമായ ഇലക്കറികൾ, മറ്റ് സാധനങ്ങളൊക്കെ കഴിക്കുക, ഇങ്ങനെയുള്ള കൃത്യമായ ഒരു ആഹാര വിഹാരങ്ങൾ ശീലിച്ചാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കണ്ണിൻ്റെ പവർ കൂടുന്ന ഒരവസ്ഥയെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മറ്റു വിഷയങ്ങൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.